അപ്പം നമ്മൾ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച പ്രകാരം നമ്മൾ ബിഗ് ഡാറ്റയാണ് എടുക്കുന്നത്. ഞാൻ ഇന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ ഒരു ഡാറ്റ സെറ്റുകൾ, വളരെ വലുത്, അത് കോംപ്ലക്സ് ഡാറ്റയാണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിഗ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ സാധാരണ ഡാറ്റാബേസ്, നിങ്ങൾ DBMS ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ട്രഡീഷണൽ ഡാറ്റ പ്രോസസ്സിംഗ് ടെക്നോളജീസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ട്രഡീഷണൽ ഡാറ്റാബേസ് ടെക്നോളജീസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയ ഒരു സെറ്റ് ഡാറ്റ വരുമ്പോഴാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്? ബിഗ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബിഗ് ഡാറ്റ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, എന്താ പറയുക, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് data sets which are so large and complex, and it cannot be processed with traditional data processing methods. ഓക്കെ, ട്രഡീഷണൽ ഡാറ്റ പ്രോസസ്സിംഗ് മെത്തേഡ്സ് കൊണ്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിഗ് ഡാറ്റ എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ പൊതുവെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സോ ലാർജ് ആൻഡ് കോംപ്ലക്സ് ഡാറ്റ സെറ്റ്സ്. നമ്മളുടെ ഒരു ഓൺ ഹാൻഡ് ഡാറ്റ മാനേജ്മെൻറ്റ് ടൂളുകൾ ഉപയോഗിച്ച് നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അത്രയും വലിയൊരു ഡാറ്റ എവിടെ നിന്ന് വരുന്നു, അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴുണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഈ ബിഗ് ഡാറ്റ എന്ന് പറയുന്നതിൽ നമ്മുടെ സിലബസിൽ ഒരു വിധത്തിൽ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡാറ്റാസിനെ അതിനെ ക്യാപ്ചർ ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്യുക, ഇത്രയും വലിയ എമൗണ്ട് ഡാറ്റ എന്ന് പറഞ്ഞു ദയർ ലാർജ് ആൻഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു. അത് നമുക്ക് എന്താണ് ആ ലാർജ് എന്ന് പറയുന്നതുകൊണ്ടും കോംപ്ലക്സ് എന്ന് പറയുന്നതും കൊണ്ട് കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഈ ലാർജ് ഡാറ്റാസിനെ നമുക്കതിനെ എന്ത് ചെയ്യണം? യു ഹാവ് ടു ക്യാപ്ചർ ഇറ്റ്. നമുക്കതിനെ ക്യാപ്ചർ ചെയ്യണം. അങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്റ്റോറേജ് ആവശ്യമാണ്, വളരെ കൃത്യമായിട്ടുള്ള സ്റ്റോറേജുകൾ ആവശ്യമാണ്. പിന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതിനെ സെർച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ സെർച്ച് ചെയ്തെടുക്കണം. ആ സെർച്ച് ചെയ്തതിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? എന്തെങ്കിലും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ആ ഡാറ്റാസിനെ അനലൈസ് ചെയ്യേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അനാലിസിസ് എന്ന് പറയുന്നത്, ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ബിഗ് ഡാറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കതിനെ എന്താ പറയുക, വിഷ്വലൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ
ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ നടത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണ ട്രഡീഷണൽ ഡാറ്റാബേസ് പ്രോസസ്സിംഗ് മെത്തേഡ് വെച്ചിട്ട് ദേ ആർ റിയലി ഗ്രേറ്റ് ചാലഞ്ചസ്, വളരെ വലിയ ചാലഞ്ചസ് ആണ്. ഇതിനെയൊക്കെ നമുക്ക് എന്താ പറയുക ഫേസ് ചെയ്യണം, ഇതിനെയൊക്കെ ഓവർകം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയതായിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് സ്വീകരിച്ചെന്നേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ, അതിൽ തന്നെ നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ടുള്ള അനാലിസിസുകൾ, ഡിസിഷൻ മേക്കിങ്സ്, ഇതൊക്കെ എടുക്കാൻ നമുക്ക് ബിഗ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം നമുക്ക് ഉപയോഗിച്ചെന്നേ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഇത്ര ലാർജ് എന്ന് പറയാൻ അത്രയ്ക്കും വലിയ ഡാറ്റാസ് എവിടെ നിന്നാണ് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അതല്ലെങ്കിൽ അതിനെ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഇത്രയും ലാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാൾ കൂടുതലാണോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ വളരെ വലുതാണ്, വളരെ 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 വലുതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് നോക്കിയാൽ, നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു യൂസർ ഡാറ്റാബേസിൽ അതിൻ്റെ യൂസർ ബേസിൽ തന്നെ ഒരു ഫോട്ടോസിനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫോട്ടോസിനെ കൈകാര്യം ചെയ്യുന്നതിന് 40 ബില്യൺ ഫോട്ടോസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരു ദിവസം തന്നെ 500 ടെറാബൈറ്റ്സ് ഓഫ് ന്യൂ ഡാറ്റ, അത്രയും പുതിയ ഡാറ്റ ഒരു ആപ്ലിക്കേഷനിൽ ഫേസ്ബുക്കിൽ മാത്രം ഒരു ദിവസം കൊണ്ട് അത്രയ്ക്കും ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയാസ് തന്നെ ഈ പറയുന്ന വലിയൊരു ഹ്യൂജ് ഡാറ്റാസ് വരുന്നതിനുള്ള ഒരു കാരണമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് നമ്മളുടെ ബിഗ് ഡാറ്റ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളുടെ ഒരു റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളുടെ എയർ ഇന്ത്യയുടെ ഡാറ്റാസ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഒരു ഫ്ലൈറ്റ് തന്നെ ഒരു 6-8 മണിക്കൂർ കൊണ്ട് വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ആ ഫ്ലൈയിങ്ങിൽ അവരുടെ അതിൽ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതിൽ അവരുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും അവർ ഈച്ച് ആൻഡ് എവറി സെക്കൻഡിൽ ഓരോ ഡാറ്റാസും അവർ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മുടെ ഇവിടെ ഒരു അപകടം ഉണ്ടായി അല്ലേ, എന്താ പറയുക, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്ലൈറ്റിലെ ഡാറ്റാസ് പരിശോധിച്ചു, അതെന്താണ് അപകട കാരണം എന്നുള്ളത് നോക്കാനായിട്ട് എന്നൊക്കെ. അപ്പോൾ ഇത് ഒരു ഫ്ലൈയിങ്ങിലാണ് ഇത്രയും ഡാറ്റാസ് അവർ സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്, ലാർജ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്യുക, ആ ഡാറ്റാസിനെ അടിക്കടി ക്യാപ്ചർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാർജ് എമൗണ്ട് എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടേംസിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ബൈറ്റ് എന്ന് പറയും അല്ലേ. ബൈറ്റ് നിങ്ങൾക്കറിയാം, ബൈറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ഡാറ്റയാണ്. വളരെ നമ്മളുടെ 1 എന്ന് പറയുന്ന ഒരെണ്ണം എന്നൊക്കെ രീതിയിൽ പറയാവുന്ന വളരെ ചെറിയൊരു എമൗണ്ട് ഡാറ്റയാണ് നമ്മുടെ ബൈറ്റ് എന്ന് പറയുന്നത്. ആ ബൈറ്റ് കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിലോ ബൈറ്റ് ഉണ്ടാവും അല്ലേ. ബൈറ്റ് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വരും, കിലോ ബൈറ്റ് വരും. കിലോ ബൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വലിയ ഡാറ്റയാണ് നമ്മുടെ കിലോ ബൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ കിലോ ബൈറ്റ് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് മെഗാബൈറ്റ് ഉണ്ട്, ഗിഗാബൈറ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാം, അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ബൈറ്റ് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് കിലോ ബൈറ്റ് ഉണ്ട്, മെഗാബൈറ്റ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുകയാണെങ്കിൽ മെഗാബൈറ്റ്, ഗിഗാബൈറ്റ് ഇതൊക്കെ നമുക്കൊരു ഡെസ്ക്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റമായിട്ട്, ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്കാക്കാവുന്ന അതിൻ്റെ സൈസ് വെച്ച് പറയാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഡെസ്ക്ടോപ്പിൽ നിന്ന്
സൂചിപ്പിച്ചാൽ അതിനെ ഹാൻഡിൽ ചെയ്യാവുന്ന ഡാറ്റാസാണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സൈസൊക്കെ കൂടിയിട്ടുണ്ട് അല്ലേ. നമ്മൾ GB കഴിഞ്ഞാൽ നമ്മൾ TBയിലേക്ക് എത്തിയിട്ടുണ്ട്. PB എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 10⁻15 വരും. ടു ദ പവർ ഓഫ് 15 വരുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് എക്സാബൈറ്റ് എന്ന് പറയുന്ന വളരെ വലിയ ഒരു എമൗണ്ടിലേക്ക്, അതായത് 18 പവറായിട്ട് വരുന്ന എമൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് അതിന് നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തുന്നത്. മനസ്സിലായി? അപ്പോൾ അത്രയും ഹ്യൂജ് എമൗണ്ട് ഡാറ്റ നമുക്കവിടെ എന്താ പറയുക, നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ഡാറ്റാസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോഴൊരു IoTയുടെ കാലമാണ് അല്ലേ. IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. IoT എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് IoTയുടെ കാലമാണ്. IoT എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള എന്തൊരു ഒരു സാധനം എടുത്ത് നോക്കിയാലും ശരി, അതൊക്കെ നമുക്ക് എന്താ പറയുക, അതിലൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നു, നമ്മളൊരു നമ്മുടെ സ്മാർട്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് നിങ്ങളൊരു AC വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് സ്മാർട്ട് AC ആണെങ്കിൽ അത് എന്താ പറയുക, റൂമിൽ ടെമ്പറേച്ചർ വേരിയേഷൻസിനനുസരിച്ച് അത് സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്നു. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ അത് ടെമ്പറേച്ചർ അതിനനുസരിച്ച് ക്രമീകരിക്കുന്നു. അതല്ല, നമുക്ക് ചൂട് കുറവാണെങ്കിൽ, റൂം ഓൾറെഡി തണുത്തുവെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ പോകും അല്ലേ. അപ്പോൾ അത് അതിൻ്റെ എൻവയോൺമെൻറ്റ്സിൽ നിന്നുള്ള ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾക്ക് എന്തെടുത്ത് നോക്കിയാലും ശരി, അതൊക്കെ സ്മാർട്ടായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മളുടെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാ ഡിവൈസുകളും, വീട്ടിൽ ടെലിവിഷൻ ആണെങ്കിൽ ടെലിവിഷൻ സ്മാർട്ട് TV ആയിരിക്കും അല്ലേ. നിങ്ങളുടെ കയ്യിൽ വാച്ച് സ്മാർട്ട് വാച്ച് ആയിരിക്കും. ഇതിനൊക്കെ അതിൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. എല്ലാതും നമുക്ക് ഒരു വലിയൊരു എമൗണ്ട് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്ന ചില ഡിവൈസുകളൊക്കെ ടൈം ഡിപ്പെൻഡൻറ്റും കൂടിയാണ്. അതായത് നമുക്ക് പ്രോസസ്സിങ്ങിന് ഒരുപാട് സമയം എടുക്കാൻ പാടില്ല. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ IoT എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് നമ്മളുടെ ചുറ്റും ഡെവലപ്പ് ചെയ്തു വരുന്നതിനനുസരിച്ച് ഈ ഡാറ്റാസിൻ്റെ എമൗണ്ട് വളരെയധികം വർദ്ധിക്കുക. അപ്പോൾ ഈ ബിഗ് ഡാറ്റ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവാൻ കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ടെക്നോളജി എവല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് പറയാം. എന്താ പറയുക, ടെക്നോളജി എവല്യൂഷനാണ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. ടെക്നോളജി എവല്യൂഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ആരും ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നില്ല, എല്ലാവരും സ്മാർട്ട് ഫോണുകളാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഇപ്പോഴാരും ഡെസ്ക്ടോപ്പിലോ അല്ലെ ഫ്ലോപ്പി ഡിസ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന എന്താ പറയുക, ലാപ്ടോപ്പുകളിലൊന്നും CD ഡ്രൈവുകൾ പോലും ഇല്ല അല്ലേ. സ്റ്റോറിങ് ഇറ്റ് ഇൻ ദി ക്ലൗഡിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സ്റ്റോറേജുകൾക്ക് പോലും വ്യത്യാസം. നമുക്ക് ലാർജ് സ്റ്റോറേജാണ്. നിങ്ങൾക്ക് എന്ത് ഡാറ്റ വേണോ ആ ഡാറ്റാസൊക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കാനുള്ള മെറ്റീരിയൽസാണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളാണ്, നിങ്ങളുടെ വട്ട് എവർ യു ഹാവ് ടു സ്റ്റോർ, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലെ ക്ലൗഡിലാണ് ഞാൻ എൻ്റെ എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ, ID കാർഡിൻ്റെ കോപ്പീസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതിൻ്റെ ഒക്കെ ഞാനൊരു കോപ്പി അതിലെടുത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എവിടെ പോയി നോക്കിയാലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, അതില്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അതിന് ഞാനൊരു ഹാർഡ് കോപ്പി തപ്പി നടക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അങ്ങനെ നമ്മളെല്ലാം നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ ഒതുക്കാനായിട്ട് നമ്മൾ
എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്ലൗഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തുണ്ടോ എന്ത് കാര്യമാണോ അതിനൊക്കെ നമുക്ക് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളൊരു ഫ്ലോപ്പി കൊണ്ട് നടക്കുന്നില്ല, ഒരു പെൻ ഡ്രൈവ് കൊണ്ട് നടക്കുന്നില്ല, ഒരു CD കൊണ്ട് നടക്കുന്നില്ല അല്ലേ? ഇതിനൊക്കെ നമ്മൾ ക്ലൗഡിലേക്കായിട്ട് സ്റ്റോർ ചെയ്യാം. എന്ന പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള എന്തൊരു ഡിവൈസ് എടുത്ത് നോക്കിയാലും ശരി, ആ ഡിവൈസൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ IoTയുടെ ഒരു 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 അഡ്വാൻസ്മെൻറ്റ് അല്ലെ, വളരെ പെട്ടെന്നുള്ള ഒരു ഡെവലപ്മെൻറ്റ് IoTയിൽ. അത് നമ്മുടെ എല്ലാ ശാഖകളിലും എല്ലാ മേഖലകളിലും ഇപ്പം നമ്മളൊരു സാധനങ്ങൾ കയറ്റി അയക്കുകയാണെങ്കിൽ അവിടെ സ്മാർട്ട് ഫോണുകളിൽ ഒരുപാട് IoT ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വിയറബിൾസിലുണ്ട്, പിന്നെ ഷോപ്പിങ്ങിൽ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, വെഹിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പിന്നെ സ്മാർട്ട് മീറ്റേഴ്സ് ഉണ്ട്, എന്താ പറയുക, ട്രാഫിക് ലൈറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റും നോക്കിയെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് മേഖലകളിൽ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? IoT ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഡാറ്റാസ്, ഈ ബിഗ് ഡാറ്റ എന്ന് പറയുന്ന ഒരെണ്ണം വരുന്ന ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഫേസ്ബുക്ക്, ട്വിറ്റർ, പിന്നെന്താണ് യൂട്യൂബ്. യൂട്യൂബിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം എന്നല്ല, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് എടുത്താൽ ആ പീരീഡിലും 100-300 അവർ ഡാറ്റാസ് ഓരോ ടൈമിലും ഓരോ യൂണിറ്റ് ടൈമിലും കയറ്റി വിടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്കും ഡാറ്റാസിനെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലേക്ക്. ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ, അല്ലെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ, ഇപ്പം നമ്മളുടെ ഇമെയിലുകൾ അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് അങ്ങനെയുള്ളതിനൊക്കെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ഡാറ്റാസ് അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഡാറ്റാസ് നമ്മൾ ഇതിലേക്ക്, ഈ ബിഗ് ഡാറ്റയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഡാറ്റ പൂളിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഒട്ടനവധി മറ്റുള്ള സോഴ്സുകൾ എന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ബാങ്കിങ് വരാം, ഇൻഷുറൻസ് മേഖല വരാം, ട്രാൻസ്പോർട്ടേഷൻസ് വരാം, ഹെൽത്ത് കെയർ വരാം, മീഡിയ വരാം, ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ഡാറ്റാസ് നമ്മുടെ ഈ ലാർജ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ പൂളിലേക്ക് നമ്മൾ ഈ പറയാൻ പോകുന്ന, നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ വിവിധ സോഴ്സുകളിൽ നിന്നും വരുന്ന, ഇപ്പം പറഞ്ഞതൊക്കെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ സോഴ്സുകളാണ്. ഈ ബിഗ് ഡാറ്റ എന്ന് പറയുന്നതിൻ്റെ സോഴ്സുകളാണ്. ഈ സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പലതരത്തിലുള്ള ഡാറ്റാസിനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ചാലഞ്ചസ് പോലെ അതിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസിനെ എങ്ങനെ സെർച്ച് ചെയ്യുന്നു, എങ്ങനെ അനലൈസ് ചെയ്യുന്നു, എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈസിനെ കുറിച്ചും പറഞ്ഞു. നമ്മൾ മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, അതും കഴിഞ്ഞ് എക്സാബൈറ്റിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ ബിഗ് ഡാറ്റ എന്ന് പറയുന്ന ടെക്നോളജി ആവശ്യമായിട്ട് വരും. ഇതിപ്പോൾ നമ്മളുടെ സാധാരണ രീതിയിൽ നമ്മൾ ഒരു സൈസിൻ്റെ ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, നമുക്ക് നമ്മളുടെ ഡാറ്റാബേസ് ഉണ്ട്. ഈ ഡാറ്റാബേസിനേക്കാൾ വളരെ വലുതാണ് നമ്മളുടെ ഡാറ്റ വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡാറ്റ വെയർ ഹൗസും കഴിഞ്ഞിട്ടാണ് നമ്മളുടെ എന്ത് വരുന്നത്, ബിഗ് ഡാറ്റ വരുന്നത്. ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയ്ക്കും കൂടി, ഡാറ്റാബേസിൻ്റെ അല്ലെങ്കിൽ ഡാറ്റാസിൻ്റെ അളവ് അത്ര കണ്ടുകൂടി. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ
നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളൊന്നും പറ്റാത്തത്. ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. OLTP ആണ് നമ്മൾ സാധാരണ ഡാറ്റാബേസിൽ ഉപയോഗിക്കുന്നത്. OLTP, OLAP ആണ് നമ്മൾ ഡാറ്റ വെയർഹൗസിൽ ഉപയോഗിക്കുന്നത്. ഇതൊന്നും പോരാ, ബിഗ് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? RTAP എന്നാണ്. അത് എന്താണെന്ന് വെച്ചാൽ റിയൽ ടൈം അനാലിറ്റിക് പ്രോസസ്സിംഗ്. റിയൽ ടൈം അനാലിറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിന് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രീം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ് അതിന് പറയുന്നത്? സ്ട്രീം കമ്പ്യൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ഹ്യൂജ് കോംപ്ലിക്കേറ്റഡ് ഡാറ്റാസ് വരുമ്പോൾ നമുക്കതിനെ ഡാറ്റ വെയർ ഹൗസിംഗ് വഴിയോ അതല്ലെങ്കിൽ സാധാരണ DBMS കൺസെപ്റ്റുകൾ വഴിയോ ഒന്നും നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളതിന് സ്ട്രീം കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കും. അപ്പം നമുക്ക് എന്താണ് സ്ട്രീം കമ്പ്യൂട്ടിംഗ്, എന്താണ് RTAP, ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ടെക്നോളജി എവല്യൂഷൻ എന്ന് പറയുന്നത് മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പല ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് അല്ലേ, നമ്മളുടെ യൂസേജിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ നമ്മളുടെ ഓരോന്നിനെയും മെച്ചപ്പെടുത്തി നമ്മളുടെ ടെക്നോളജി നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് കൂടുതൽ ഉപയോഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെ എംബഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. IoT, സോഷ്യൽ മീഡിയ, മറ്റ് ഏതൊരു പാർട്ട് എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ ഞാൻ കുറേ എണ്ണം പറഞ്ഞു. അതിലെന്തെടുത്ത് നോക്കിയെന്ന് വെച്ചാലും ഇപ്പോൾ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് നമ്മൾ യോനോ എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. യോനോ ഇതൊക്കെ. അപ്പോൾ ഇത് ഏതൊന്ന് എടുത്തു നോക്കിയാലും ഇതിലൊക്കെ പൊതുവായിട്ട് കാണുന്ന വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഡാറ്റ ട്രാൻസാക്ഷൻസിൽ അപ്ലോഡിങ് ആണെങ്കിലും ശരി, ഡൗൺലോഡിങ് ആണെങ്കിലും ശരി, വാട്ട് എവർ ഇറ്റ് ഈസ്, മോസ്റ്റ് ഓഫ് ദം ആർ റിയൽ ടൈം ഡാറ്റാസ്. റിയൽ ടൈം ആയിട്ട്, അതായത് നമ്മൾ അപ്പം ചെയ്യുന്നതായിട്ടാണ് ഉള്ളത്. അതായത് ഞാൻ ഒരു ഡാറ്റ അപ്ലോഡ് ചെയ്താൽ അത് അപ്പുറത്ത് കിട്ടേണ്ട ആൾക്ക് അപ്പം തന്നെ കിട്ടും. ഒരു റിയൽ ടൈം ട്രാൻസാക്ഷൻസ് ആണ് ഈ പറയുന്ന. ഇതിൻ്റെ ഏതൊരു സോഴ്സ് എടുത്ത് നോക്കിയാലും ആ സോഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റിയൽ ടൈം ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഈ റിയൽ ടൈം ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നതിന് എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാം. നമുക്ക് എന്താ പറയുക, ഒരു ക്രൗഡ് സോഴ്സിംഗ് ആണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നതെങ്കിൽ, ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ, നമ്മുടെ GPS ഒക്കെ വർക്ക് ചെയ്യുമല്ലോ, ജിയോ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയും. നിങ്ങൾ ഗൂഗിൾ മാപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയില്ല. ഓക്കെ, അപ്പം ഞാനതിന് എന്നെ സഹായിക്കാനായിട്ട് ഞാൻ ആരോടും വഴിയൊന്നും വിളിച്ച് ചോദിക്കുകയൊന്നുമില്ല. എൻ്റെ അടുത്തൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്, സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ മാപ്പ് ഉണ്ട്. ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ എനിക്കൊരു മിടുക്കിയായിട്ടുള്ള പെൺകുട്ടി വന്ന് എനിക്ക് ഡയറക്ഷൻസ് പറഞ്ഞു തരും. അവർ പറയുന്ന ഡയറക്ഷൻസിനനുസരിച്ച് ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. എവിടെ വെച്ച് എനിക്ക് വഴി തെറ്റിയോ അപ്പോൾ ആ കുട്ടി എന്നോട് പറയും, നിങ്ങൾക്ക് വഴി തെറ്റിയിരിക്കണോ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, നിങ്ങളെ നേരായ വഴിയിലേക്ക് ഞാൻ വീണ്ടും ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ അവർ റീഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും, എൻ്റെ അടുത്ത് ഒരിക്കലും തിരിച്ചു പോകാൻ പറയില്ല, പുതിയൊരു വഴിയിലേക്ക് കൊണ്ടുപോയി എന്നെ ആ പറയുന്ന ഡെസ്റ്റിനേഷൻ ഏതാണോ ആ ഡെസ്റ്റിനേഷനിൽ എന്നെ അവിടെ എത്തിക്കും. അപ്പോൾ വഴി തെറ്റിയാലും പേടിക്കണ്ട, എന്നെ കൃത്യമായി ഞാൻ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ച് വിടും ഈ ഗൂഗിൾ മാപ്പിലെ പെൺകുട്ടി. അല്ലേ, നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ദൂരയാത്ര ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ അറിയില്ല എങ്കിൽ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങൾക്ക്
പരിചയമുള്ള കാര്യവും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നത് വളരെ വലിയൊരു ടൗണിലെ ഒരു 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 സ്പെസിഫിക് സ്പോട്ടിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് കരുതുക. അപ്പോൾ എനിക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒന്നിലധികം വഴികളുണ്ട് അവരുടെ മുന്നിൽ. എനിക്ക് ഒന്നിലധികം വഴികൾ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു 4, 5, 6 വഴികളുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് സിസ്റ്റം സ്മാർട്ടാണ്, പല കാര്യങ്ങളും നോക്കും. അപ്പോൾ ഇവർ പറയും എൻ്റെ അടുത്ത്, ഈ പറയുന്ന എനിക്ക് ഒരു 4 വഴികളുണ്ട് ഈ പർട്ടിക്കുലർ സ്പോട്ടിലേക്ക് എത്താനായിട്ട്. അതിൽ ഏറ്റവും ചെറിയ വഴി ഈ എ എന്ന് പറയുന്ന വഴിയാണ്. 4 വഴികളുണ്ട്, ഞാൻ പറയുകയാണ്. ABCD എന്ന് പറയുന്ന 4 വഴികളുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ വഴി എന്ന് പറയുന്നത് എ ആണ്. ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്, ഷോർട്ടസ്റ്റ് പാത്ത്. പക്ഷെ ദിസ് ഈസ് നോട്ട് ദി ഫാസ്റ്റസ്റ്റ് പാത്ത്. ഇത് ഫാസ്റ്റസ്റ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ഫാസ്റ്റസ്റ്റ്. എന്താ ഫാസ്റ്റസ്റ്റ് അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഹെവി ട്രാഫിക് ആണ് അവിടെ. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരികയാണ്. ആരാ പറഞ്ഞു തരുന്നത്? ആരെങ്കിലും കണ്ടിട്ടാണ്? ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു തരികയാണ്. ഹെവി ട്രാഫിക് ആണ്, ഷോർട്ടസ്റ്റ് ആണ്. പക്ഷെ ഈ പറയുന്ന സി എന്ന് പറയുന്ന വഴിയിലൂടെ പോയാൽ ഇവിടെ ട്രാഫിക് കുറവാണ്. അപ്പം ഇത് ഫാസ്റ്റസ്റ്റ് റൂട്ടാണ്. എനിക്ക് ഈ പറയുന്ന എൻ്റെ സ്പോട്ടിലേക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ എനിക്ക് ഏത് വഴി പോയാൽ മതി? ABCD എന്നുള്ളതിൽ എ എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് പാത്താണെങ്കിൽ കൂടി അവിടെ ട്രാഫിക് ജാസ്തി ആയതുകൊണ്ട്, ട്രാഫിക് വളരെ കൂടുതലായതുകൊണ്ട് യു ഹാവ് ടു ഓപ്റ്റ് ദ പാത്ത് സി എന്ന് പറയുന്ന പാത്തിലൂടെ പോയാൽ മതി. അപ്പോൾ എനിക്ക് അവിടെ ഇൻഫർമേഷൻസ് തരികയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഇന്നലെയോ അല്ലെങ്കിൽ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ ഉണ്ടായിരുന്ന ട്രാഫിക്കിനെ കുറിച്ചല്ല അവർ പറയുന്നത്. ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ ഈ പറയുന്ന എ എന്ന് പറയുന്ന പാത്തിൽ ഹെവി ട്രാഫിക് ആണ് ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ അതാണ് റിയൽ ടൈം ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ അതിന് കിട്ടണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഡിപ്പെൻഡ് ഇൻ്റർനെറ്റ്, വെബിന് ഡിപ്പെൻഡ്, ഇൻ്റർനെറ്റിന് ഡിപ്പെൻഡ്. ഇൻ്റർനെറ്റിൽ പലതരത്തിലുള്ള സോഴ്സുകൾ വഴി അതിനെ സെൻസ് ചെയ്ത് അതിനെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടാവും? സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന് ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പല വിധേന ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ടാവും, നമ്മളത് അറിയുന്ന പോലും ഉണ്ടാവില്ല. അപ്പം ഈ പറയുന്ന ഒരു ലാർജ് പൂൾ ഓഫ് ഡാറ്റ അവിടെ എനിക്ക് ഒരു ഞൊടിയിൽ എനിക്കൊരു ഡിസിഷൻ വേണം. ആ ഒരു ഞൊടിയിൽ എനിക്കൊരു വിവരം വേണമെങ്കിൽ ആ വിവരം അപ്പോഴത്തെ റിയൽ ടൈം ഇൻഫർമേഷനായിട്ട് എനിക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ അനാലിസിസ് എന്ന് പറയുന്നതും സെർച്ചിങ് എന്ന് പറയുന്നതും ഷെയറിങ് എന്ന് പറയുന്നതും ഒക്കെ ഒരു ചാലഞ്ചായിട്ട് മാറുന്നത്. ഇതൊന്നും ഒരു ട്രഡീഷണൽ ട്രാൻസാക്ഷന് ഡാറ്റാസ് എടുക്കുന്നു, ആ ഡാറ്റാസിനെ എടുത്ത് ഉടനെ അനലൈസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ ട്രഡീഷണൽ മെത്തേഡുകൾ വഴി, അതല്ലെങ്കിൽ OLAP മെത്തേഡുകൾ വഴി നമുക്ക് ചെയ്യാൻ കഴിയില്ല. സോ വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ബിഗ് ഡാറ്റ. മനസ്സിലായി? ഇതാണ് വർക്കിങ്ങിൽ ഒരു ബിഗ് ഡാറ്റ അറ്റ് വർക്ക് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ പ്രസൻ്റ്ലി നമുക്ക് റിയൽ ടൈമിൽ കാണാവുന്ന ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ട്രഡീഷണൽ RDBMS ഉണ്ട്, അതിലൊരുപാട് ക്വറീസ് ഉണ്ട്. ആ ക്വറീസിനൊന്നും they are not sufficient to get useful informations out of huge volume of data. മനസ്സിലായോ? നമ്മളുടെ ട്രഡീഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഇതിനൊന്നും ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസിനെ കൈകാര്യം ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിച്ചു തരാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ഉള്ള ഒരു സൊല്യൂഷനായിട്ട് എന്ത് വന്നു? ബിഗ് ഡാറ്റ വന്നു. അപ്പോൾ ഇത്രയും വലിയ ഡാറ്റാസിനെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാനും അതിന് എപ്പോഴാണോ ആവശ്യം അപ്പോൾ അതിനെ ആക്സസിബിളായിട്ട് തരാനും അതിലേക്ക് പല മെത്തേഡുകൾ വഴി അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ എന്താണോ ആ ഡാറ്റ എത്തിക്കാനായിട്ടും ആർക്ക് കഴിയുന്നുണ്ട്? ബിഗ് ഡാറ്റയ്ക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ ബിഗ് ഡാറ്റ എന്താണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ബിഗ് ഡാറ്റയെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് പറയാൻ. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇപ്പോൾ ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു 3 V's ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. ബിഗ് ഡാറ്റയിലെ 3 V's. 3 V's എന്തൊക്കെയാണ്? V's എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ V എന്നുള്ള ടേമിലാണ് അത് തുടങ്ങുന്നത്. അത്ര തന്നെയുള്ളൂ. എന്തൊക്കെയാണെന്നറിയാം? വോളിയം ഒന്നാമത്തെ V എന്ന് പറയുന്നത്, വെലോസിറ്റി ഇത് രണ്ടാമത്തെ V എന്ന്, പിന്നെ അടുത്തത് വെറൈറ്റി എന്ന് പറയുന്ന മൂന്നാമത്തെ V. വോളിയം, വെലോസിറ്റി, വെറൈറ്റി. ഇനിയുണ്ട് ഒരുപാട് V's ഉണ്ട്. ഒരുപാട് V's നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഈ ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 3 എന്നുള്ള രീതിയിൽ ഇതെന്താണ് എന്നുള്ളത് നോക്കാം. വോളിയം, വെലോസിറ്റി, വെറൈറ്റി. വോളിയം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ലാർജ് വോളിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു ഹെക്സാബൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അതിന് ബിഗ് ഡാറ്റയിലേക്ക് എത്തുന്നത്. അപ്പോൾ വോളിയം വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ തന്നെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? വോളിയം സൂചിപ്പിക്കുന്നത്. അത് എവിടെ നിന്നാണ് ഇത്രയും എമൗണ്ട് ഡാറ്റ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരത്തെ ഇത്രയും പറഞ്ഞതിലൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. അടുത്തെന്ന് പറയുന്നത് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ്, എങ്ങനെയാണ്, എത്ര സ്പീഡിലാണ് ഈ ഡാറ്റാസ് ജനറേറ്റഡ് ആവുന്നത് എന്നുള്ളതാണ് വെലോസിറ്റി. എത്ര സ്പീഡിലാണ് ഡാറ്റാസ് ജനറേറ്റഡ് ആവുന്നത്? എത്ര സ്പീഡിലാണ് ഡാറ്റാസ് ജനറേറ്റഡ് ആവുന്നതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവാണ്. നമ്മളുടെ ഈ ബിഗ് ഡാറ്റയിൽ ഉപയോഗിക്കുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് വളരെ 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 സെൻസിറ്റീവാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സ്മാർട്ട് കാറാണ് എടുക്കുന്നത്, ഒരു സ്മാർട്ട് കാർ. അപ്പോൾ സ്മാർട്ട് കാർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത്, അല്ലെങ്കിൽ ഒരു ഡ്രൈവർലെസ് കാർ. ഇപ്പോൾ ഡ്രൈവർലെസ് കാറൊക്കെ നമ്മുടെ ടെസ്ലയൊക്കെ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സെൻസറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിങ്ങൾ കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ കുറച്ച് ഏജൻറ്റുകളും കുറച്ച്, അതായത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഏജൻറ്റുകളും ഉണ്ടാവും. ആ ഏജൻറ്റുകൾക്ക് ചുറ്റുമുള്ള ഒരു എൻവയോൺമെൻറ്റും ഉണ്ടാവും. ആ എൻവയോൺമെൻറ്റിൽ നിന്നും ഡാറ്റാസിനെ അടിക്കടി കളക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഏജൻറ്റുകളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു സെൻസറാണ് ഉപയോഗിക്കുന്നത്. ഒരു കാർ എടുക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ പിൻവശത്ത് നിങ്ങൾക്ക് ഒരുപാട് സെൻസറുകൾ കാണാം. അപ്പം ചില വാഹനങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴുള്ളതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്മാർട്ടായിട്ടുള്ള പല ആക്ടിവിറ്റീസും നമ്മൾ ഇപ്പോഴുള്ള വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുത്ത് പോവുകയാണെങ്കിൽ, ആ റിവേഴ്സ് എടുത്ത് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ സെൻസറുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഓബ്ജക്റ്റിൻ്റെ പിന്നിലുള്ള ഒരു ഓബ്ജക്റ്റ് തട്ടാനായിട്ടുണ്ട്, ഒരു തടസ്സം അവിടെ ഉണ്ടെങ്കിൽ ഒരു ബീപ് 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 സൗണ്ട് ഉണ്ടാകും അല്ലേ? അതാണ് സെൻസറുകൾ എന്ന് പറയുന്നത്. ആ സെൻസർ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിന് ആ ഓരോ സെക്കൻഡിൻ്റെ 1000-ലോ 1,00,000-ലോ ഒരു അംശത്തിൽ വരെ ആ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് അതിനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ഡ്രൈവർലെസ് കാറ് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ മുന്നിലുള്ള ഒരു ഓബ്ജക്റ്റ് അതിൻ്റെ ഓരോ
മൈന്യൂട്ട് ടൈം ഇൻ്റർവെല്ലിലും അത് എത്ര ദൂരത്താണ്, ആ റോഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അത് ഒരു ഡിഗ്രി നമ്മളുടെ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഡയറക്ഷൻ വെച്ചിട്ടാണ് ഇത്ര ഡിഗ്രി അങ്ങോട്ട് തിരിയുക, ഇത്ര ഡിഗ്രി ഇങ്ങോട്ട് തിരിയുക, ആ ഡിഗ്രി വെച്ചിട്ട് ഒരു മൈന്യൂട്ട് ഡിഗ്രി അളവിൽ പോലും ഡയറക്ഷൻസ് ചേഞ്ച് ആകുന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷൻസിലുള്ള ചേഞ്ച്, സ്പീഡിലുള്ള ചേഞ്ച്, റോഡിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റാക്കിൾ വരികയാണെങ്കിൽ അത് എത്ര ദൂരത്താണ്, അതൊക്കെ മൈന്യൂട്ട് ഇൻ്റർവെൽസിൽ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. അവിടെ ഒരു സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു സമയമായിട്ട് മാറും. അപ്പം അത്രയ്ക്കും സ്പീഡായിട്ട് വേണം, വെലോസിറ്റി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ സ്പീഡാണ്, അത്രയ്ക്കും സ്പീഡായിട്ട് വേണം ബിഗ് ഡാറ്റാസിനെ അക്വയർ ചെയ്യുന്നതും അതിനെ എടുക്കുന്നതും അതിനെ അനലൈസ് ചെയ്യുന്നതും ഒക്കെ അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്കും കൃത്യമായിട്ടായിരിക്കണം, അത്രയും സ്പീഡിലായിരിക്കണം. മനസ്സിലായി? അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര സ്പീഡിലാണോ ഡാറ്റാസിനെ ജനറേറ്റ് ചെയ്യുന്നത് അത്ര സ്പീഡിൽ തന്നെ അതിൽ ഡാറ്റ അനലൈസ് ചെയ്യുമാണ്. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, ഒരു ഫ്ലൈറ്റ് പോകുമ്പോൾ അതിൽ ഡാറ്റാസ് ക്യാപ്ചർ ചെയ്യുന്നത് അതൊക്കെ വളരെ സ്പീഡിലായിരിക്കണം. അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ തന്നെ, അതിൻ്റെ വെലോസിറ്റിക്ക് മാറ്റങ്ങൾ വന്നാൽ തന്നെ അതിന് വളരെ വലിയ ഇമ്പാക്റ്റ് ആവും ഉണ്ടാവുക. അപ്പോൾ വളരെ സ്പീഡിൽ കാര്യങ്ങൾ, ഫാസ്റ്റ് ഡാറ്റാസ് വേണം. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, അപ്പോൾ നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു പക്ഷേ 1 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു സമയമായിട്ട് നമുക്ക് കണക്കാക്കാം സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിൽ. സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസ് ഉണ്ടാവും, സെൻസർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന പല ഡിവൈസുകൾ ഉണ്ടാവും, പിന്നെ ക്രാക്കിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഉണ്ടാവും. ഇതിലൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും വിഷ്വലൈസ് ചെയ്യുകയും ഒക്കെ വളരെ സ്പീഡിലായിട്ട് നടക്കണം. അപ്പോൾ റിയൽ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഫാക്ടറാണ്. അടുത്തതെന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാം സ്പീഡിനെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സ്പീഡാവാൻ, ഈ സ്പീഡ് എന്ന് പറയുന്നതിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് റിയൽ ടൈം അനാലിസിസ് ആണ്. അപ്പോൾ ഈ റിയൽ ടൈം അനാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് നമ്മളൊരു ചെറിയൊരു സമയം എടുക്കുകയാണ്. നമ്മൾ സാധാരണ എല്ലാത്തിനും പറയില്ലേ, ഒരു 2 minutes എന്ന് പറയില്ലേ, ടു മിനിറ്റ്സ് ഈസ് ടൂ ലേറ്റ്. പൊതുവെ നമ്മൾ ബിഗ് ഡാറ്റയ്ക്ക് ഇപ്പം വെലോസിറ്റി പറയുമ്പോൾ പറയാം, നമ്മൾ എന്തിനും പറയും ഒരു 2 മിനിറ്റ് നിൽക്കൂ, ഒരു 2 മിനിറ്റ് നിൽക്കൂ, ഒരു 2 മിനിറ്റ് ഇപ്പം തരാം, ഒരു 2 മിനിറ്റ് ഇപ്പം തരാം, അല്ലേ? നമ്മൾ ഈ 2 മിനിറ്റ് എന്ന് പറയുന്നത് എന്താ, എപ്പം തരാം, പെട്ടെന്ന് തരാം എന്ന ഉദ്ദേശത്തില്ല. ഇവിടെ 2 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ 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 വലിയൊരു സമയമാണ്. അപ്പോൾ അതാണ് പറയുന്നത് 2 minutes ഈസ് ടു ലേറ്റ് ഫോർ ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം 2 മിനിറ്റ് ഒന്നും നിങ്ങൾ പറയാനേ പാടില്ല, അതൊക്കെ വളരെ വലിയൊരു ഇൻ്റർവെൽ ഓഫ് ടൈമാണ്. വെറൈറ്റി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡാറ്റാസാണ് ഇവിടെ ഉണ്ടാവുക, പലതരത്തിലുള്ള ഡാറ്റാസ്. അപ്പോൾ ഈ പലതരത്തിലുള്ള ഡാറ്റാസ് എന്നുള്ളതിൽ നമ്മൾ ഈ വെറൈറ്റിയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ 3 തരത്തിൽ ഡാറ്റാസിനെ പറയാം. ഒന്ന് സ്ട്രക്ചേർഡ് ഡാറ്റ, രണ്ടാമത്തൊന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. സ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടാവാം, അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടാവാം. ഇനി ഒരെണ്ണം കൂടെ വരും, അതാണ് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ. ഓക്കെ, സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ടാബുലാർ ഡാറ്റാസ് ഒക്കെ സ്ട്രക്ചേർഡ് ആയിട്ട് വരും. ടാബുലാർ ഡാറ്റാസ് നമ്മളൊരു ടേബിൾ കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരു സ്റ്റോറേജ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ടാബുലാർ ഡാറ്റ നമുക്ക് എന്തിൽ പറയാം, സ്ട്രക്ചേർഡ് ഡാറ്റയായിട്ട് നമുക്ക് പറയാം. അതേസമയം അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ഓഡിയോ, ഒരു വീഡിയോ, ഇതൊക്കെ നമുക്ക് എന്തിൽ പെടുത്താം, അൺസ്ട്രക്ചേർഡ് ഡാറ്റ. സെമി സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ വെബ് ഡാറ്റാസ് ഒക്കെ എന്തിൽ പെടും, ഈ സെമി സ്ട്രക്ചേർഡ് ഡാറ്റാസ്.
ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഡാറ്റാസിനെയും ഒരേപോലെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ആർക്ക്? ബിഗ് ഡാറ്റയ്ക്ക്. ഇപ്പോൾ റിലേഷണൽ ഡാറ്റ ആയിരിക്കാം. റിലേഷണൽ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ടേബിളുകൾ, ടാബുലർ ഫോമിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ട്രാൻസാക്ഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും ശരി. ടെക്സ്റ്റ് ഡാറ്റ ഉണ്ടാവും, XML ഡാറ്റ ഉണ്ടാവും, ഗ്രാഫുകൾ ഉണ്ടാവും, ചിലതിലൊക്കെ സ്ട്രീം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും ഡാറ്റ അല്ലെ. അത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കത് ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ സ്ട്രീമിംഗ് ആണ് അവിടെ അല്ലേ. ഡാറ്റാസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ആ ആപ്ലിക്കേഷനിൽ തന്നെ പലതരത്തിലുള്ള ഡാറ്റാസ് വരാം. ഈ വീഡിയോ വരാം, ഓഡിയോ വരാം. നമ്മളിപ്പോൾ ഒരു ക്ലാസ് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ വീഡിയോ വരാം, അതിൽ ഓഡിയോ വരാം. ഇങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള ഡാറ്റാസ് ആണെങ്കിലും വെറൈറ്റി ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് എന്തിൽ വരുന്നത്, നമ്മുടെ ബിഗ് ഡാറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വരുന്നത്. എല്ലാ തരത്തിലുള്ള ഡാറ്റാസിനെയും all these type of data has to be linked together. എല്ലാ തരത്തിലുള്ള ഡാറ്റാസും നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമുക്കൊരു ഈ പറയുന്ന ബിഗ് ഡാറ്റയിൽ നിന്നും നമുക്കൊരു യു ഹാവ് ടു അക്വയർ എ നോളജ്. അങ്ങനെ ഒരു നോളജ് അക്വയർ ചെയ്യണമെങ്കിൽ all these types of data has to be linked together. എല്ലാതും, അത് സ്ട്രക്ചർ ഡാറ്റ ആണെങ്കിലും ഓഡിയോ, വീഡിയോ, വെബ് ഡാറ്റ, എല്ലാതിനെയും അതിൻ്റെ ചുറ്റും വരുന്ന എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് എടുത്ത് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴാണ് നമ്മളതിനെ എന്തിലേക്ക് ഉൾപ്പെടുന്നത്? ബിഗ് ഡാറ്റ അനാലിസിസിലേക്ക് തന്നെ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട 3 V's എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരെണ്ണമുണ്ട്, അതിൻ്റെ പേരാണ് വെറാസിറ്റി എന്ന്. ഇതിപ്പോൾ 3 പറഞ്ഞു. വോള്യം പറഞ്ഞു, വെലോസിറ്റി പറഞ്ഞു, വെറൈറ്റി പറഞ്ഞു. അടുത്തൊന്നാണ് വെറാസിറ്റി. ഇതെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ഇൻ ഡൗട്ട്, ഡൗട്ടിൽ കിടക്കുന്ന ഡാറ്റ. അതായത് നമുക്ക് എന്ത് പറയാം, ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയാം, ഇൻകൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ ആവാം. അതല്ലെങ്കിൽ എന്തെങ്കിലും നോയ്സ് ഉണ്ടായിരിക്കാം, നോയ്സ് ഡാറ്റാസ് ഉണ്ടാവാം. പിന്നെ ആംബിഗ്വിറ്റീസ് ഉണ്ടാവാം. ചുരുക്കി പറഞ്ഞു എന്ന് വെച്ചാൽ എന്താണ്, ഇതൊരു അൺസർട്ടനിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. അൺസർട്ടനിറ്റി എന്തായാലും ഉണ്ടാവും. നമ്മൾ ഇൻ്റർനെറ്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇത്രയും വലിയ ഡാറ്റാബേസ് ഉണ്ട്, അതിൽ ഇഷ്ടം പോലെ അൺസർട്ടനിറ്റീസ് ഉണ്ടാവും. ആ അൺസർട്ടനിറ്റീസിനെയാണ് നമ്മൾ എവിടെ ഉദ്ദേശിക്കുന്നത്? ഈ വെറാസിറ്റി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെറാസിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, അതിൻ്റെ ക്വാളിറ്റി, അത് എത്രത്തോളം സെർട്ടൈൻ ആവുന്നു അത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി കൂടും. മനസ്സിലായി? എത്രത്തോളം അൺസർട്ടൈൻ ആവുന്നു അത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ ക്വാളിറ്റിയുമായിട്ട് നമ്മളുടെ ഡാറ്റ അനലൈസ് ചെയ്ത് നമ്മളൊരു റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടേമാണ്, ഒരു ഫാക്ടറാണ് എന്ത്, വെറാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ബിഗ് ഡാറ്റയിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ പറയാം. ഇനി ഒരുപാട് അതർ വീസ് എന്ന് പറഞ്ഞിട്ട് കുറേ വീകൾ നമുക്ക് പറയാം. അടുത്ത ഒരെണ്ണമാണ് വാലൻസ് എന്ന് പറയുന്നത്. വാലൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, ഇപ്പം നമ്മൾ ഗ്രാഫ് നെറ്റ്വർക്കുകളൊക്കെ ഉപയോഗിക്കുകയാണ്, ഗ്രാഫിക്കലായിട്ടൊക്കെയാണ് ഒരു ഡാറ്റ നമ്മൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കതിനെ അതിൻ്റെ കൃത്യത നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കണക്ടിവിറ്റി ഉണ്ടാവും. ഡാറ്റാസ് തമ്മിൽ നമുക്ക് ഒരു കണക്ടിവിറ്റി കിട്ടും. ഹൗ മച്ച് ദ ഡാറ്റാസ് ആർ കണക്റ്റഡ് ടുഗദർ.
അപ്പോഴാണ് നമുക്ക് അങ്ങനെ കണക്ഷൻസ് വന്ന ഡാറ്റാസ് തമ്മിലുള്ള കണക്ടിവിറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് വന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കതിൻ്റെ അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻസിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും, പരസ്പരം കമ്പയർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പറ്റുക. അപ്പോൾ ഒരു കണക്ടിവിറ്റി തരുന്നുണ്ടെങ്കിൽ അതിനെ റെഫർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് പറയുന്നത്, വാലൻസ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ യൂസിന് ആ ഡാറ്റ എത്രത്തോളം കറക്റ്റാണ് എന്നത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യത്തെ ഇപ്പം നമ്മളൊരു വെതർ പ്രൊഡിക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, മഴ പെയ്യാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം എടുക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പോവാം, അതെല്ലാം വേറെ രീതിയിൽ പോവാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ലോക്ക്ഡൗണായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും ഇൻഫർമേഷൻസ് നോക്കുന്നത്, നമുക്ക് ഹൈ അതോറിറ്റീസൊക്കെ അവരുടേതായിട്ടുള്ള പേജുകൾ എന്താണ് ഓരോ ദിവസത്തെയും തീരുമാനങ്ങൾ എന്നുള്ളത് അവരായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാലക്കാടാണെങ്കിൽ പാലക്കാട് എത്രയാണ് കോവിഡ് കേസുകളുള്ളത്, എന്തൊക്കെ നിയന്ത്രണങ്ങളാണുള്ളത്, പുതുതായിട്ട് കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ അതിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിവരങ്ങൾ എനിക്ക് അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽസിൻ്റെ നേരിട്ട് അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യുക വഴി അതല്ലെങ്കിൽ മീഡിയാസ് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മെയിനായിട്ടുള്ളത് വാട്സപ്പ് തന്നെ. വാട്സപ്പ് ആണെങ്കിൽ പലതരത്തിലുള്ള ഫോർവേഡഡ് മെസ്സേജുകളും വരും. അപ്പോൾ ആ ഫോർവേഡഡ് മെസ്സേജുകളിലൊക്കെ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള പല നിയന്ത്രണങ്ങളും ഇട്ടിട്ട്, നാളെ മുതൽ ഇന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ, മറ്റന്നാൾ മുതൽ ഇന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ, അവിടെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. ഇതിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ളത് ഏതാണ്? വാലിഡ് ആയിട്ടുള്ളത് നമ്മളുടെ ഹൈ അതോറിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വാലിഡ് ആയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ എന്ന പോലെ തന്നെ ഇവിടെ ഉണ്ടാവും ചില ഒരു പർട്ടിക്കുലർ യൂസിന് വേണ്ടിയിട്ട്, ഒരു പർട്ടിക്കുലർ യൂസിന് നിങ്ങൾക്ക് ആ പറയുന്ന ഡാറ്റയെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാം, അത് എത്രത്തോളം അക്യുറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് എത്രത്തോളം കറക്റ്റ് ആയിരിക്കും ഫോർ എ സ്പെസിഫിക് യൂസ്. മനസ്സിലായോ? അപ്പോൾ ഇത് കറക്റ്റ്നെസ് അല്ലെങ്കിൽ അക്യുറേറ്റ് ഫോർ എ പർട്ടിക്കുലർ യൂസ് എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ യൂസിന് ആ പറയുന്ന ഡാറ്റാ സെറ്റ് എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്ന് പറയും. മനസ്സിലായി? അതാണ് വാലിഡിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ വൊക്കാബുലറി, അതിൻ്റെ വെന്യൂ, പിന്നെ വയബിലിറ്റി, ഇതൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാവുന്ന മറ്റുള്ള ക്യാരക്ടറിസ്റ്റിക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഞാനിത് വരയ്ക്കുന്നതും എഴുതുന്നതൊക്കെ എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നമ്മളുടെ ബിഗ് ഡാറ്റയിലെ ക്യാരക്ടറിസ്റ്റിക്സുകളും
അവർ തമ്മിലുള്ള ഒരു ബന്ധവും പറയുകയാണ്. വാലൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വെലോസിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ വെറൈറ്റി ഉണ്ട്, വെറാസിറ്റി ഉണ്ട്, വോള്യൂം ഉണ്ട്. ഇത് ഈ പറയുന്ന ഇത്രയും ഗുണങ്ങൾ എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്കറിയാം സ്പീഡാണ്. സ്പീഡ് ഒരു ബിഗ് ഡാറ്റയുടെ ഒരു ഡയമെൻഷനായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. സ്പീഡാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള എത്ര സ്പീഡിൽ ഡാറ്റാസിന് എടുക്കാവോ അനലൈസ് ചെയ്യാവോ അത്രയും നമുക്ക് നല്ല കാര്യമാണ്. വെറൈറ്റി എന്ന് പറയുന്നത് അതാണ് നമ്മൾ ലാർജ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞത്. അതിൽ ലാർജ് എന്ന് പറയുന്നതാണ് ഈ ഡാറ്റ വോള്യൂം, അതായത് സൈസിനെ സൂചിപ്പിക്കുന്നത്. ഇതാണ് കോംപ്ലക്സിറ്റിയെ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും തരത്തിലുള്ള ഡാറ്റാസ്, നമ്മൾ പലതരത്തിലുള്ള ഡാറ്റാസ് നമ്മൾ പറഞ്ഞു. വെറാസിറ്റി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എത്രത്തോളം നമുക്ക് അതിനെ അക്യുറേറ്റ് ആയിട്ട് സെർട്ടൈൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ സെർട്ടനിറ്റി കൂടുമ്പോൾ നമുക്ക് എന്ത് കൂടും? ക്വാളിറ്റി കൂടും. ഈ വാലൻസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നമുക്ക് കുറേ ഡാറ്റാസ് കിട്ടുന്നുണ്ട്, അവരുടെ പരസ്പരം കണക്റ്റഡ്നെസ്, അവർ എങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ്, ആ കണക്റ്റഡ്നെസ് തരുന്നത്. ഈ പറയുന്നത് എല്ലാതും കൂടെ നമുക്ക് തരുന്ന ഇതിൻ്റെ ഈ പറയുന്നതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഡാറ്റ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്ത് ഡാറ്റ അവൈലബിലിറ്റി കൂട്ടി, ക്വാളിറ്റി കൂട്ടി, പിന്നെ സ്പീഡ് കൂട്ടി, പരസ്പരമുള്ള കണക്റ്റഡ്നെസ് കൂട്ടി ഒക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ദി വാല്യൂ ഓഫ് ദി ഡാറ്റ. അതിൻ്റെ വാല്യൂ ആയിട്ട് മാറും. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. ഒരു ബിഗ് ഡാറ്റ എടുത്ത് നോക്കിയാൽ ആ ബിഗ് ഡാറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ബിഗ് ഡാറ്റ അനാലിസിസും ഇനി അതിൽ എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.